ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കില്ലേ? അൽഹംദുലില്ലാ, ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു. കുറേ അധികം ദിവസമായിട്ടോ ഒരു വലിയ വീഡിയോസൊക്കെ ചെയ്തിട്ട് ഷോർട്സ് ഇടയ്ക്കിടയ്ക്ക് ഇടാറുണ്ടായിരുന്നു. എല്ലാവരും വീഡിയോസൊക്കെ കാണുക, സപ്പോർട്ട് ചെയ്യുക. എക്സാമും വേറെ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ വീഡിയോസ് വലുതിടാൻ പറ്റാതിരുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാ ഇനി അടുത്തടുത്ത് വീഡിയോസ് ഇടുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യണേ, ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുക്കുക. അപ്പോഴേ ഞാൻ പുതിയ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ. ഇത് പെരുന്നാളിൻ്റെ തലേ ദിവസം ഞാൻ കുറേ കാര്യങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം രാവിലെ നേരത്തെ ഓരോരോ ഫുഡുകൾ ഉണ്ടാക്കാൻ കേട്ടോ. പുഡിങ്ങൊക്കെ 2 ഐറ്റംസ് തലേന്ന് രാത്രി തന്നെ റെഡിയാക്കി ഫ്രിഡ്ജിൽ വെച്ചു. അതൊന്നും വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ, രാത്രിയാണ് ഒക്കെ ചെയ്ത് വെച്ചത്. പിന്നെ ഇതിപ്പോൾ രാവിലെ നേരത്തെ ബീഫ് ഒക്കെ ഫ്രൈ ആക്കിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം ചിക്കൻ ബിരിയാണിയും അതേപോലെ ചിക്കൻ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. പിന്നെ പായസം ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ഫുഡൊക്കെ നേരത്തെ തന്നെ ആക്കി കുളിയും പെരുന്നാൾസ്കാരമൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ തറവാട്ടിലൊക്കെ പോയതാണ് കേട്ടോ. മക്കളെല്ലാവരും ഒരുങ്ങി റെഡി ആയിട്ടുണ്ട്. വായിച്ചിൻ്റെ അടുത്ത് പോയതാണ് പെരുന്നാൾ പൈസക്ക് വേണ്ടിയിട്ട്. അങ്ങനെ വായിച്ച് എല്ലാവർക്കും പെരുന്നാൾ പൈസ ഒക്കെ കൊടുത്തു. പിന്നെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. കാക്കിയും അതേപോലെ ഇത് അനീഫ്ഖൻ്റെ പെങ്ങളെ മോനാണ്. പിന്നെ മക്കളെല്ലാവരും ഉണ്ടായിരുന്നു. ഫുഡ് ഒരു ഇതൊക്കെ എല്ലാം ആയിട്ടുണ്ട്. ഇനി ഒന്ന് ചിക്കൻ ഫ്രൈ ചെയ്യാനും കൂടെ ഉണ്ട് കേട്ടോ. അതൊക്കെ മസാല പുരട്ടി നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. അതിൻ്റെ ഇടയിൽ ഞാൻ ബിരിയാണിക്കുള്ള എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം അരിഞ്ഞ് വെച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ബിരിയാണി വെക്കുകയാണ്. മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ലഗോൺ ചിക്കൻ വെച്ചിട്ടായിരുന്നു കേട്ടോ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ നെയ്ച്ചോറും കൂടെ വെച്ചിട്ട് ദം ചെയ്യണം. അങ്ങനെ എല്ലാ ഫുഡൊക്കെ റെഡി ആയിട്ട് അപ്പോഴേക്ക് ഫിദുവിൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നു. ഇനി ഫുഡൊക്കെ എടുത്ത് വെക്കുകയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ, ബിരിയാണി, അതുപോലെ തന്നെ ബീഫ് വരട്ടിയിട്ടുണ്ട്. പിന്നെ ചമ്മന്തി, തൈര്, ഇത്രയൊക്കെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാം ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചു. പിന്നെ അവർ വന്ന് ഇരുന്നതിന് ശേഷം അവർ ഫുഡ് കഴിക്കുന്നതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. കാരണം ഫിദു അവരുടെ കൂടെ തന്നെ ഫുഡ് കഴിക്കാതിരുന്നതുകൊണ്ട് പിന്നെ ആ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. എനിക്ക് എടുക്കാനും പറ്റിയിട്ടില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. അവരൊക്കെ പോയി ക്ലീനിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വൈകുന്നേരം ആയപ്പോഴേക്ക് അനിയത്തിയും ആങ്ങളെയും നാത്തൂനും മക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ കൂടെ എൻ്റെ വീട്ടിലേക്ക് പോയി. അവിടുന്ന് ഞങ്ങൾ ഉമ്മൻ്റെ വീട്ടിൽ വന്നതാണ് കേട്ടോ. ഉമ്മൻ്റെ വീട്ടിലും ഉമ്മൻ്റെ അനിയത്തിമാരും മക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ഫ്രൂട്ട്സും ജ്യൂസൊക്കെ കഴിക്കുകയാണ്. ഇത് വലിയ അമ്മോൻ്റെ വീടാണ്. ഇതാണ് കേട്ടോ വലിയ അമ്മോന്. മക്കൾ സിപ്പൊക്കെ ഇരുന്ന് കഴിക്കുകയാണ്. എല്ലാവരും കൂടെ കൂടിയപ്പോൾ നല്ല ബഹളമായിരുന്നു കേട്ടോ, നല്ല കളിയൊക്കെ ആയിരുന്നു. അങ്ങനെ പിന്നെ ഇവിടെ കുറച്ച് സമയമൊക്കെ ചിലവഴിച്ചിട്ട് ഞങ്ങൾ തൊട്ട താഴെ തന്നെയാണ് ചെറിയ അമ്മോൻ്റെ വീടും. 3 അമ്മാവന്മാരുടെ വീടും അടുത്തടുത്ത് തന്നെയാണ്. അങ്ങനെ ചെറിയ അമ്മാവൻ്റെ വീട്ടിലെത്തിയപ്പോൾ പടക്കം പൊട്ടിക്കലൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് മക്കളൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ്. അങ്ങനെ പടക്കം പൊട്ടിക്കലൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു 10 മണിയായപ്പോഴേക്ക് ഞങ്ങൾ തിരിച്ച് നീറാടേക്ക് പോന്നു. ഇത്രയൊക്കെ ആയിരുന്നു ഞങ്ങളുടെ പെരുന്നാൾ ദിവസം. അപ്പോൾ വീഡിയോസ് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഇൻഷാ അല്ലാ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.